Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഗൈനക്കോളജി അല്ലേ? Yes. അത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കൊന്നും കൂടി നോക്കുക ഗൈനക്കോളജി എന്താണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യണത് ഏത് കാറ്റഗറീസ് ഓഫ് പീപ്പിൾസിനെയാണ്? മെയിൻ ആയിട്ട് സ്ത്രീകളെയും കുട്ടികളെയുമാണ് എന്ത് ചെയ്യണത്. സ്പെസിഫിക് ടു വുമൻസ് ആൻഡ് ഗേൾസിനെയാണ് എസ്പെഷ്യലി അവർക്ക് റിലേറ്റ് ചെയ്യുന്ന ഡിസീസുകളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. മെയിൻ ആയിട്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് തകരാറുകളോ ഉണ്ടെങ്കിൽ അതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഗൈനക്കോളജിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദെൻ ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ഗൈനക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യൻ എന്താ പറയുന്നത്? ഗൈനക്കോളജിസ്റ്റ് എന്നാ പറയുന്നത്. നോക്കാം കേട്ടോ. This department deals with the investigation and treatment of the problems of female reproductive system. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന പ്രശ്നങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റുമാണ് ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ആരെങ്കിലും ഒരാൾ പേജ് നമ്പർ ഒന്ന് കൊടുക്കോ? ചാപ്റ്റർ 5 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. പേജ് നമ്പർ 18. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ a woman's life is marked by unseen changes that occur with time. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങളിലൂടെ ആണ് ഓരോ സ്ത്രീയും എന്ത് ചെയ്യണത് കടന്നു പോകുന്നത്. അപ്പൊ ആ ഓരോ സ്റ്റേജസ് ഉണ്ട്. ഇന്ന സ്റ്റേജസിൽ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന സ്റ്റേജസിലൂടെയാണ് നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു ടൈം മുതൽ നമ്മൾ എന്താ പറയാ, ഇപ്പൊ മെനാർച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ, കൺസെപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ആവുന്ന ടൈമാണ്. പ്രഗ്നൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ 9 monthsന്റെ ആ ജേർണി ഉണ്ടല്ലോ അത്. ചൈൽഡ് ബർത്ത് എന്ന് വെച്ചാൽ കുട്ടികളുടെ ആ ഒരു ബർത്ത്. ദെൻ മെൻപോസ് വരെയുള്ള ആ ഒരു ടൈം നമ്മളൊരു മെനാർച്ചി എന്ന് പറയുന്നത് ഒരു 30 years ആ ഒരു ടൈമിലായിരിക്കും മെനാർച്ചി സംഭവിക്കുന്നത്. മെൻപോസ് എന്ന് പറയുന്നത് ഒരു 50 നമ്മുടെ 50കളിലാണ് എന്ത് ചെയ്യുന്നത് മെൻപോസ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ടൈമിൽ വന്ന എന്തെങ്കിലും അസുഖങ്ങള് നമ്മളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അതിന്റെ ട്രീറ്റ്മെന്റിനൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോണത്? ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. Okay, these changes do bring about problems directly or indirectly connected with the reproductive system. അപ്പൊ ഈ സ്റ്റേജുകളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവണമെന്നില്ല. So requires a separate branch of medicine that focus on this area. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? സ്ത്രീകളുടെ കാര്യങ്ങൾ തുറന്ന് പറയാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഗൈനക്കോളജി മെയിൻ ആയിട്ട് 3 സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഗൈനക്കോളജി, മെനാർച്ചി, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെൻപോസ് ഒക്കെ വന്നത് ഗൈനക്കോളജി എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ പ്രസവ ചികിത്സ എന്ന് പറയൂ കേട്ടോ. പ്രസവ ചികിത്സ ഈ ചൈൽഡ് ബർത്ത് വരെയുമാണ് എവിടെ ഉള്ളൂ? ഗൈനക്കോളജിയിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്ന ചികിത്സ ഉണ്ടല്ലോ, നമ്മുടെ അമ്മേനെയും കുട്ടീനെയും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ കെയർ കൊടുക്കണം. ആ കെയറിംഗ് ഒക്കെ എവിടെ വന്നത്? ഈ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വന്നത്. അത് പ്രസവ ചികിത്സ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ സാധാരണ നോർമൽ ആയിട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസുകൾ ഫേസ് ചെയ്യുന്നവർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. വന്ധ്യത നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഗൈനക്കോളജി കൺസിസ്റ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ തെറാപ്പീസ്. ഈ ഗൈനക്കോളജിയിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സർജിക്കൽ തെറാപ്പീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിസേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ സർജിക്കൽ തെറാപ്പീസ് ആണ്. ഫോർ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഡിസോർഡർ ദാറ്റ് ഇൻവോൾവ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മെഡിക്കൽ ആയിട്ടോ ശസ്ത്രക്രിയാപരമായിട്ടുള്ള ചികിത്സകളാണ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഒന്ന് വായിച്ചു നോക്കിയേ.
ഈ മെൻപോസ്, മെനാർച്ചി, അങ്ങനെ പുതിയ കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിലും കുറച്ചുകൂടി മെഡിക്കൽ വേർഡ്സ് ആണ് അതൊക്കെ. മുകളിൽ എന്താ എഴുതുക, മലയാളം അറിഞ്ഞുകൂടെങ്കിൽ എഴുതി വെക്കാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ആ മീനിങ് അറിഞ്ഞുകൂടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാൻ നല്ലതായിരിക്കും. വായിച്ചു നോക്കിയോ? മെൻപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയൂ കേട്ടോ. ആർത്തവ വിരാമം. കൺസെപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്യൂലേ, പ്രഗ്നന്റ് ആവൂലേ, ആ ഒരു ഇതിനെയാണ് പറയുന്നത് കൺസെപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. ഡൗട്ട് വേറെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഒബ്സ്ട്രക്റ്റിക്സ് ഒക്കെ ഇനി നമുക്ക് മെനാർച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. മെൻസ്ട്രേഷന്റെ സ്റ്റാർട്ടിങ്, ആ മെനാർച്ചി, മെൻസ്ട്രേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മെനാർച്ചി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഒബ്സ്ട്രറ്റിക്സ്. പ്രസവ ചികിത്സ എന്ന് പറയും. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത കേട്ടോ. വന്ധ്യത ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. പ്രസവ ചികിത്സ ഇപ്പൊ കുറച്ചും കൂടി എന്താ പറയാ, പ്രസവ ചികിത്സയിലൊക്കെ ആയുർവേദ ഹോസ്പിറ്റൽസ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ കൊടുക്കുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെയും കുട്ടിയുടെയും കെയറിന്, ആ പരിചരണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രസവ ചികിത്സ എന്ന് പറയുന്നത്. പ്രസവത്തിന് മുമ്പും ശേഷവും അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം കൈകാര്യം ചെയ്യുന്ന ശസ്ത്രക്രിയാ വിഭാഗമാണ് ഏത്? പ്രസവ ചികിത്സ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അലോപ്പതി ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത്ര ദിവസം നമ്മൾ ആ ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യും. ആ ടൈമില് അമ്മയുടെയും കുഞ്ഞിന്റെയും ഏറ്റവും ഡിസ്റ്റഡ് കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര അവര് നമ്മൾ എന്താ പറയാ, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്ര എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത്ര വാല്യൂ തന്നിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ അമ്മയാവണമെങ്കിൽ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടായിരിക്കും. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള മെന്റൽ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഈ ഒരു വിഭാഗം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അപ്പൊ തന്നെ നേഴ്സ് അത്രയും കെയറോട് കൂടിയാണ് കുട്ടികളെയും അതേപോലെ അമ്മമാരെയും നോക്കുന്നത്. നമ്മൾ ഈ പ്രസവ ചികിത്സയുടെ ഭാഗമായിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഡെലിവറി കഴിഞ്ഞു കഴിയുമ്പോ സാധാരണ അമ്മമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് വരും. ഹോർമോണിന്റെ ഇത്രയും നാല് ആ സമയത്തൊക്കെ കഴിച്ച് മെഡിസിന്റെ ഒക്കെ എഫക്ട് കാരണം ഒരു ഹോർമോൺ ഇംബാലൻസ് വരും. ആ ടൈമിൽ നമ്മൾ മാക്സിമം അമ്മേനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടിയുടെ ഹെൽത്ത്, കുട്ടി മെയിൻ ആയിട്ട് ഫീഡിങ്, ഫീഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടാവുള്ളൂ. ആ സമയത്ത് തന്നെ ചെറിയ ആൾക്കാർ, പഴയ ആൾക്കാരാണ് എന്നാൽ പോലും ഇന്നും ഉണ്ട് അത്, അവരെന്ത് ചെയ്യും, ഈ ഫീഡിങ് ഒന്നും ആയില്ലേ അല്ലെങ്കിൽ അമ്മയ്ക്ക് വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കും. അത് അമ്മയുടെ ആരോഗ്യത്തിന് വളരെ മോശമാണ്. അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വരാനായിട്ട് ഈ പ്രസവ ചികിത്സയ്ക്ക് കുറച്ചും കൂടി നല്ല പറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് അമ്മയ്ക്ക് ഇപ്പൊ അത്യാവശ്യം ഈ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്താ മെയിൻ ആയിട്ട് ചെയ്യാന്ന് വെച്ചാല് അവർക്ക് ആവശ്യമുള്ള കൗൺസിലിംഗ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കൗൺസിലിംഗ്സ് ഒക്കെ കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് പ്രസവ ചികിത്സയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണമാണ് മെയിൻ ആയിട്ട് അവർ എന്ത് ചെയ്യണത്, കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്ത് എങ്ങനെയാണോ, ഓക്കെ ആണോ, കുഴപ്പമൊന്നുമില്ല, അമ്മയും കുഞ്ഞും സേഫ് ആണ്, അമ്മയ്ക്ക് കുഞ്ഞിന് ആവശ്യമുള്ള എന്ന് വെച്ചാൽ എല്ലാ ടൈമിലും നമ്മളിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. കുട്ടിയുടെ ഷുഗർ, അതേപോലെ കുട്ടിയുടെ BP, എല്ലാ കാര്യങ്ങളും നോക്കും. അതേപോലെ ഫസ്റ്റ് ടൈമില് പ്രൊവൈഡ് ചെയ്യേണ്ട, ജനിച്ച ഉടനെ കൊടുക്കേണ്ട കുറച്ച് വാക്സിൻസ് ഒക്കെ ഉണ്ട്. BCG ഒക്കെ വാക്സിൻ
അപ്പൊ ആ വാക്സിൻസ് ഒക്കെ കൊടുക്കാനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ പ്രസവ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോ ആയുർവേദ ഹോസ്പിറ്റൽസില് പ്രസവ ചികിത്സ ഒരു വിഭാഗമായിട്ട് തന്നെ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കണ ഒരു 20 ഡേയ്സോ 21 ഡേയ്സോ നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് പോലെ പ്രസവ ചികിത്സ ഇപ്പൊ ആയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പ്രസവ ചികിത്സ ഇപ്പൊ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ആയുർവേദ ഹോസ്പിറ്റൽസിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കുറച്ചും കൂടി ടൈം കൂടുതലായിട്ട് എന്താ പറയാ, അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്ത്, അല്ല കുട്ടീനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവര് എന്ത് ചെയ്യുന്നുണ്ട്. അമ്മേനെയും അതേപോലെ തന്നെ ഇപ്പൊ സാധാരണയായിട്ട് നമ്മള് കൂടുതലായിട്ട് കുട്ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. സാധാരണ എന്താ പറയാ, നമ്മുടെയൊക്കെ ഫാമിലീസിലൊക്കെ ആണെങ്കിൽ കുട്ടിയിലേക്കും കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. പക്ഷെ അല്ല, ആ സമയത്ത് അമ്മേനെയും ഒരേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാനിത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞുള്ളൂ. ഇനി എന്താ പറയാ, അമ്മമാരാവാൻ പോണവരും അതേപോലെ അമ്മമാരോടും നമ്മളൊരു എന്ത് കൊടുക്കണം, ഒരു പ്രത്യേക കെയർ നമ്മൾ കൊടുക്കണം. അവർക്ക് എന്ന് വെച്ചാല് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ അനുസരിച്ച് നമ്മൾ അവരൊന്ന് ട്രീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അവര് വേറെ ഇതിലേക്ക് പോകും. ഡിപ്രഷൻ, നമ്മൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട്. ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള അമ്മമാര് നമ്മൾ ഒരുപാട് ന്യൂസുകൾ വായിച്ചു കേട്ടിട്ടില്ലേ? ഈ എന്താ പറയാ, അമ്മ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ ന്യൂസുകളൊക്കെ ആ അമ്മയുടെ ഡിപ്രഷന്റെ ടൈമിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രഷർ കൊണ്ടാണ്. അതിനൊക്കെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒബ്സ്റ്ററ്റിക്സ് കുറച്ചുകൂടി റോളുള്ളത്. പ്രസവ ചികിത്സ അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യം, അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണമാണ് മെയിൻ ആയിട്ട് പറയണത്. കുഞ്ഞിന്റെ മാത്രമല്ല അമ്മയുടെയും. ഞാൻ പറഞ്ഞു എന്നുള്ളൂ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. Obstetrics is a surgical specialty dealing with the care of mother and child. അമ്മയുടെയും കുട്ടിയുടെയും കെയർ, ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന കുട്ടിയുടെയും അമ്മയുടെയും കെയർ ആണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത്. ഏതെല്ലാം സമയത്താണ്? ചൈൽഡ് ബർത്തിന് മുമ്പും ആ സമയത്ത് ആഫ്റ്ററും. ചൈൽഡ് ബർത്ത് കുട്ടി ജനിച്ചതിന് ശേഷവും ഈ കെയറുകൾ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഇൻ മെൻ, ബോത്ത് മെൻ ആൻഡ് വുമൻസ്. നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റ് നോക്കി, അതോടെ കഴിഞ്ഞു. ഒബ്സ്റ്ററ്റിക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻഫെർട്ടിലിറ്റി പറയാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ധ്യതാ ചികിത്സ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ കുട്ടികൾ ഇല്ലാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് ആ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫെർട്ടിലിറ്റി തെറാപ്പിക് ടെക്നിക്സുകളൊക്കെ ഉള്ളത്. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ എന്താ പറയാ, ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എംബ്രിയോസിന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതേപോലെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവോൾവ്സ് ഡയഗ്നോസിസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ടെക്നിക്സ് ടു ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി. നമ്മൾ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ. അങ്ങനത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൊടുക്കാറുണ്ട്. എംബ്രിയോളജി, നമ്മുടെ എംബ്രിയോന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. IVF എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? IVF എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടാവും, എനിക്കൊരു കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IVF എന്ന് വെച്ചാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. ഈസ് ജോയിനിങ് ഓഫ് ദ വുമൻ എഗ് ആൻഡ് മെൻ സ്പേം. എഗ്ഗും സ്പേമും ലബോറട്ടറിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ലബോറട്ടറിയിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിപ്പിച്ച് നമ്മളുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യും, ഇൻജെക്ട് ചെയ്യും. അല്ല, ബോഡിയിലേക്ക് വെക്കും. ഔട്ട്സൈഡ് ദ ബോഡി എന്നുള്ള മീനിങ് ആണ് കേട്ടോ IVF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളെ ഭൂരിഭാഗം ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ മെയിൻ ആയിട്ട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് IVF കേട്ടോ. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്? ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിക്കില് 2 ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഒബ്സ്റ്ററ്റിക്സ് പറഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങുന്നത് ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫെർട്ടിലൈസേഷൻ മീൻസ് മീനിങ് അല്ലടാ മോനെ, അതൊരു IVF എന്നുള്ളൊരു ഫുൾ ആയിട്ടുള്ള വേർഡ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോയിനിങ് ഉണ്ടല്ലോ, ഈ മെൻസ്ട്രൽ സ്പേമും അതേപോലെ എഗ്ഗും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെയിൻ ആയിട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു പ്രോസസ്സ് ഒന്ന് വായിച്ചു നോക്കുക. ഒബ്സ്റ്ററ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവ ചികിത്സ, ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ധ്യതാ ചികിത്സ. അതിൽ മെയിൻ ആയിട്ട്
മെൻസിനും സ്ത്രീകളിലും വരുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഇനി അതിനുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡയഗ്നോസിസും അതിനുമുള്ള ട്രീറ്റ്മെന്റ്, ഇപ്പൊ എന്താ പറയാ, തെറാപ്റ്റിക് ടെക്നിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറാപ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സുകൾ, IVF അല്ലെങ്കിൽ എംബ്രിയോസിന്റെ എന്താ പറയാ ഹെൽത്ത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സ്, അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ്സ് ഏത് ഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന വിഭാഗം കൈകാര്യം ചെയ്യുന്നുണ്ട്. രണ്ടൊന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ മുതലാണ്ട് ഞാൻ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ നോക്കട്ടെ കേട്ടോ. മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ എല്ലാവരും? അവിടെ മുതലാണ്ട് അത് പറയണത് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കോ. എംബ്രിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംബ്രിയോസ് ഉണ്ടല്ലോ, നമ്മുടെ സ്ത്രീകളിലുള്ള എംബ്രിയോ, ആ എംബ്രിയോന്റെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എംബ്രിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭ്രൂണങ്ങൾ എംബ്രിയോളജി, ആ എന്താ പറഞ്ഞാല് നമ്മള് ഈ എഗ്ഗും സ്പെർമും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എംബ്രിയോ എന്നാ പറയാറ്. അപ്പൊ ആ എംബ്രിയോളജിക്കൽ സർവീസുകളിലാണ് ഏത് വന്നത്, IVF ഒക്കെ വന്നത് കേട്ടോ. സ്റ്റഡി ഓഫ് എംബ്രിയോസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. അപ്പോ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് മൊഡ്യൂളാണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂള് 5th ചാപ്റ്റർ ആണ്. ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്. തെറാപ്റ്റിക് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ചട്ടിയും കഴിച്ചിട്ട് എവിടെയാ പോണ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും. ഡൗട്ട് ഇല്ലല്ലോ. ഫസ്റ്റ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് വെച്ചാൽ പ്രസവ ചികിത്സ, ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യതാ ചികിത്സ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാൻ കേട്ടോ. നെക്സ്റ്റ് ആർക്കാണ് മനസ്സിലാവാൻ എന്തായാലും പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, ഞാൻ ടൈം തരാം, 5 minutes തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, ന്യൂറോളജി എന്താണ്? ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the branch of medicine that deals with the diagnosis and treatment of the disorder of nervous system. നമ്മൾ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു വിഭാഗമാണ് ഇത് ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ന്യൂറോളജി ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോളജി എന്ന് പറയുന്നത്. നാഡീ വ്യവസ്ഥയുടെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഇത് ന്യൂറോളജി എന്ന് പറയുന്നത്. ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യനെ നമ്മൾ എന്ത് പറയും, ന്യൂറോളജിസ്റ്റ് എന്ന് പറയും. A neurologist is a physician specializing in neurology. ന്യൂറോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫിസിഷ്യനെയാണ് നമ്മൾ എന്ത് പറയണത്, നമ്മൾ പറയണത് ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ന്യൂറോളജി and trained to investigate, diagnosis and treatment of neurological disorders. ഒരുപാട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ആ ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം കേട്ടോ. ന്യൂറോളജി ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. മെയിൻ ആയിട്ട് ഹ്യൂമൻ നമ്മളുടെ മനുഷ്യരിലെ നാഡീവ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഏത്, ന്യൂറോളജി എന്ന് പറയുന്നത്. ഡോക്ടർ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്
ഈ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ട്രീറ്റ് ദ പേഷ്യന്റ് ഫോർ ദ പ്രോബ്ലം അഫക്റ്റിംഗ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസിനുള്ള ട്രീറ്റ്മെന്റും അതെന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനുമാണ് ന്യൂറോളജിസ്റ്റുകൾ ചെയ്യുന്നത്. Neurologists examine the patient who have been referred to them by other physicians in both inpatient and outpatient settings. സാധാരണയായിട്ട് ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണെന്ന് ഇപ്പൊ ജനറൽ ഫിസിഷ്യനെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ന്യൂറോളജിസ്റ്റിനെ ആ പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യും, റെഫർ ചെയ്യും. എന്നിട്ട് അവിടെ വെച്ചിട്ടായിരിക്കും അവിടെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. മറ്റ് ഫിസിഷ്യന്മാർ റെഫർ ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂറോളജിസ്റ്റുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. അത് ഇൻപേഷ്യൻസിനോ ഔട്ട് പേഷ്യൻസിനോ അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. അവിടെ രണ്ട് വിഭാഗത്തിലും എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനാണെങ്കിലും ന്യൂറോളജിസ്റ്റിന് എന്ത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട്. നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ഔട്ട് പേഷ്യന്റ് ആയിട്ടൊരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിനും ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണെന്ന് നമ്മുടെ ഫിസിഷ്യന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിന് എന്ത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്യാറുണ്ട്. എ ന്യൂറോളജിസ്റ്റ് വിൽ ബ്രിങ് ദെയർ interaction with the patient by taking comprehensive medical history and perform a physical examination focusing on evaluating nervous system. ഇനി നമ്മൾ കുറച്ച് മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുക്കും. പേഷ്യൻസിന്റെ മുമ്പ് ഉണ്ടായിരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. A neurologist will bring their interactions with the patient by taking comprehensive medical history. അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. Then perform the physical examination. ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യും. ഫോക്കസ് ഓൺ ഇവാലുവേറ്റിംഗ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യും. Components of neurological examination include the patient cognitive functions. സാധാരണയായിട്ട് കുറച്ച് കാര്യങ്ങളിലാണ് മെയിൻ ആയിട്ട് ന്യൂറോളജിസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നത്. ഫസ്റ്റ് വേണ്ടത് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ്. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്താ പറയാ, ഇന്റലിജന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, വൈജ്ഞാനികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, മോട്ടോർ സ്ട്രെങ്ത് എങ്ങനെയുണ്ട്, അതേപോലെ സെൻസേഷൻ റിഫ്ലെക്സ്. ഇപ്പൊ ചില പേഷ്യൻസിന് സെൻസേഷൻ കിട്ടാത്ത പേഷ്യൻസ് ഉണ്ടാവും. ഒരുപാട് ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പേഷ്യൻസിന് നമ്മളിപ്പോ പ്രായമായവരുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ അവർക്ക് അത് അറിയണമെന്നില്ല. അത് ഏജ് ആയതുകൊണ്ട് അവർക്ക് നെർവസ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെയാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് നുള്ളിയാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല നുള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചില പേഷ്യൻസിന് അത് ആ സെൻസേഷൻ പോലും നമ്മുടെ എവിടെ ബ്രെയിനിലേക്ക് എത്താതെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. കോർഡിനേഷൻ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ആ വ്യക്തി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഗെയിം നടത്തം, ആ ഒരു വ്യക്തിയുടെ ഒരു അദ്ദേഹത്തിന് ഏജിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. ഇങ്ങനെ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് മാത്രം നോക്കുകയൊക്കെ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് അസസ്മെന്റും കൂടി എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് ആ വ്യക്തിയെ എക്സാമിൻ ചെയ്തിട്ടായിരിക്കും ഇദ്ദേഹം ആ പ്രോബ്ലം എന്താണ് എന്ന് കണ്ടെത്തുന്നത്. സാധാരണയായി ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യില്ല, സർജറി ചെയ്യില്ല. ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യാറില്ല, സർജറി, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമല്ല, അത് ന്യൂറോളജിസ്റ്റുകൾ ചെയ്യാറില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്ത് പറയും, ന്യൂറോ സർജൻ എന്നാണ് പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സർജറി ഒക്കെ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്ത് പറയും, ന്യൂറോ സർജൻ എന്ന് പറയും. ദാറ്റ് റിക്വയർസ് വേറൊരു വ്യക്തിനെയാണ് നമ്മൾ എന്തിനെ അതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നത്. ഇപ്പൊ ന്യൂറോളജിസ്റ്റിന് മനസ്സിലായി ഈ പേഷ്യന്റിന് ഇന്ന പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് സർജറി ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ന്യൂറോളജിസ്റ്റ് ന്യൂറോ സർജനെ റെഫർ ചെയ്യും. ന്യൂറോ സർജൻ ആയിരിക്കും ഈ സർജിക്കൽ ആയിട്ടുള്ള ഇതെന്ത് ചെയ്യണത്, സർജറി ചെയ്യുന്നത്, സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് മെയിൻ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും വരും. ഈ ബ്രെയിൻ റിലേറ്റഡ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഈ ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ന്യൂറോളജിസ്റ്റ് സാധാരണയായിട്ട് എന്താണ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻസിനായിരിക്കും മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ബേസ് എന്നുള്ള രീതിയിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ന്യൂറോളജിസ്റ്റുകൾ സാധാരണ ഒരു പേഷ്യന്റ് വരുമ്പോൾ തന്നെ അദ്ദേഹത്തുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യും.
ഇനി ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യാറുണ്ട് ചില കേസുകളിൽ. ഇപ്പൊ പേഷ്യൻസിന്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങള്, അദ്ദേഹത്തിന്റെ മോട്ടോർ സ്ട്രെങ്ത്, ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് എന്തോരം ആരോഗ്യമുണ്ട്, സ്ട്രെങ്ത് ഉണ്ടോ, സെൻസേഷൻ റിഫ്ലെക്സ്, സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓരോ കാര്യങ്ങളും സെൻസേഷൻ കിട്ടുന്നുണ്ടോ, ബോഡി പാർട്ടിലെ എല്ലാ പാർട്ടിലേക്കും സെൻസേഷൻ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, കോർഡിനേഷൻ, ഇദ്ദേഹത്തിന് എല്ലാ ആക്ടിവിറ്റീസും ഒരുമിച്ച് ഏകോപിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ നടത്തം എങ്ങനെയാണ്, പ്രോപ്പർ ആയിട്ട് നടത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കാറുണ്ട്? ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നോക്കാറുണ്ട്. ഇനി ന്യൂറോളജിസ്റ്റുകൾ സാധാരണ പ്രശ്നം കണ്ടുപിടിച്ചു, അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹത്തിന് സർജറി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സർജറിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ന്യൂറോളജിസ്റ്റ് അല്ല കൈകാര്യം ചെയ്യുന്നത്, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആണ് ചെയ്യുന്നത്. അതിൽ എന്താ പറയാ, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറൊരാൾക്ക് എന്തെങ്കിലും ന്യൂറോളജിസ്റ്റ് റെഫർ ചെയ്യും. ആ വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോ സർജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ പറഞ്ഞത്. ജസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ. നടത്തം, ചിലവരുടെ നടത്തത്തിനൊക്കെ പ്രത്യേകത ഉണ്ടാവും. ഒന്ന് നോക്കി, ന്യൂറോളജി ഒന്ന് നോക്കി. വായിച്ചു നോക്കിയേ. ലാസ്റ്റ് പറയാട്ടെ കേട്ടോ. നേരത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറയാവേ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചില വേർഡുകളൊക്കെ പുതിയതുണ്ട്, അപ്പൊ അതൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തം, കോംപ്രിഹെൻസീവ്, അത് ആ വേർഡ് വരുമ്പോഴാണ് ആ കോംപ്രിഹെൻസീവിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതെവിടെയാ വരുന്നത്? കോംപ്രിഹെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ മൊത്തം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മൊത്തം മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസിന്റെ റെഫർ ചെയ്യാറുണ്ട് എന്നുള്ള മീനിങ് ആണ് തന്നെ കേട്ടോ. രണ്ടൊന്നും മീനിങ്, കറക്റ്റ് മീനിങ് നമുക്ക് അവിടെ കോഗ്നിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ഇന്റലക്ച്വൽ എന്ന് എഴുതിയാലും മതി. തിങ്കിങ് അറ്റൻഷൻ എവിടെ? അത് കോഗ്നിറ്റീവിന് എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഒരു കുട്ടി ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ്, ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ടീച്ചേഴ്സ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തു അവനൊന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോ ആ കുട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യും. അപ്പോ ആ സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ എന്ത് ഇന്റലക്ച്വൽ ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫങ്ഷൻ ചെക്ക് ചെയ്യാറുണ്ട്. വൈജ്ഞാനികപരമായിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ അറിവുകളൊക്കെ ടെസ്റ്റ് ചെയ്യും അല്ലേ? അതാണ് മെയിൻ ആയിട്ട് അവിടെ വന്നത് കേട്ടോ. ഇന്ററാക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങള് നമ്മളിപ്പോ ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എന്താ പറയാ, ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നോക്കിയിട്ടല്ല ട്രീറ്റ്മെന്റ് വരുന്നത്. നല്ല രീതിയിൽ അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പേഷ്യന്റിന് എന്താണ് പ്രശ്നം എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി റീഡ് ചെയ്യട്ടെ എല്ലാവരും. ഒത്തിരി വലുതാണല്ലോ, കുറച്ച് ടഫാണ്, ഒന്ന് നോക്കിയോ. ഇടപെടൽ, ഗെയിൻ നടത്തും എന്നുള്ള മീനിങ് ആണ്. ഒരു വ്യക്തിയുടെ നടത്തവും അതേപോലെ അതിന്റെ കോർഡിനേഷനും. കാരണം നടക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ
കുഴപ്പമില്ലല്ലോ, സൗണ്ട് കുഴപ്പമില്ല, നടത്തുണ്ടോ? ഗെയിം മീൻസ് നടത്തം എന്നുള്ള മീനിങ് ആ വരുന്നത്. ഒരു വ്യക്തി എങ്ങനെയാണ് നടക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതെ മെയിൻ ആയിട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ന്യൂറോളജിക്കൽ സെൻസേഷൻ റിഫ്ലെക്സ് നമ്മൾ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് വേദനയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റില്ലേ? ആ സെൻസേഷൻ റിഫ്ലെക്സ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. കോംപ്രിഹെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി എന്നുള്ള മീനിങ് ആണ് കേട്ടോ എന്നത്. ആ വ്യക്തിയുടെ മുമ്പ് പാസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി, മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാനും അവരെടുക്കും. ഇവാലുവേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുക, അങ്ങനെ മീനിങ് വന്നത്. ഇവാലുവേറ്റിംഗ്, എക്സാമിൻ ചെയ്ത് നമ്മുടെ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ നിരീക്ഷിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, ആ ഒരു മീനിങ് വന്നത്. കോഗ്നിറ്റീവ് വിജ്ഞാനികപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഫങ്ഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യും. അത് എഴുതി വെച്ചാൽ മതി. ഇന്റലക്ച്വൽ ഫങ്ഷൻ എങ്ങനെയാണെന്ന്, നമ്മുടെ പേഷ്യന്റ് ഇന്റലക്ച്വൽ ഫങ്ഷൻസ് എങ്ങനെ പ്രോപ്പർ ആയിട്ടാണോ പോണെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഓക്കെ, വായിച്ചോ? പുതിയ കുറെ വേർഡ്സ് ഉണ്ട് അല്ലെ? ഇനി വരുന്നതിലും മിക്ക ഡിപ്പാർട്ട്മെന്റിലും കുറച്ച് വേർഡ്സ് കൂടുതലുണ്ട്. അപ്പൊ ആദ്യം പറയുമ്പോൾ തന്നെ എഴുതി വെക്കണേ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, നെഫ്രോളജി ആണ്. Nephrology focus on diagnosis and treatment of diseases that affect kidney. കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? നെഫ്രോളജി എന്ന് പറയുന്നത്. വൃക്കയും അതിന്റെ തകരാറുകളും കുറിച്ചും മുതിർന്നവരിലും കുട്ടികളിലും നടത്തുന്ന പഠനങ്ങളാണ് ഏത്? നെഫ്രോളജി എന്ന് പറയുന്നത്. നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യനെ നമ്മൾ എന്ത് പറയും അറിയോ? നെഫ്രോളജിസ്റ്റ് എന്നാ പറയുന്നത്. നെഫ്രോളജി എന്ന് പറയുന്ന മെഡിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യൻസിന് നമ്മൾ എന്താ പറയാറ്? നെഫ്രോളജിസ്റ്റ് എന്നാ പറയാറ്. നെഫ്രോളജിസ്റ്റ് ഡീൽസ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് കിഡ്നി ഡിസീസ്. മെയിൻ ആയിട്ട് കിഡ്നി ഡിസീസ് കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തിനെ എന്ത് പറയുന്നത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി nephrologist, okay, including ഇനി നെഫ്രോളജിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റെന്റൽ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പി കേട്ടിട്ടുണ്ടോ? അത് വൃക്കമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള, മലയാളം കേട്ടിട്ടുണ്ടാവില്ലേ? വൃക്കമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞ റെന്റൽ എന്നുള്ളത് കിഡ്നി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. റെന്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കിഡ്നി എന്നുള്ള മീനിങ് ആണ്. അപ്പൊ വൃക്കമാറ്റ ശസ്ത്രക്രിയക്കൊക്കെ വിധേയമാവുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ വന്നത്. അതേപോലെ തന്നെ ഡയാലിസിസ്, അതൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ആണ്. നമുക്ക് ചാപ്റ്റർ ആയിട്ട് ഡയാലിസിസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ അതെല്ലാനും ഈ നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. നെഫ്രോളജി ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ദാറ്റ് അഫക്ട് കിഡ്നി. ഇപ്പൊ കിഡ്നീനെ അഫക്ട് ചെയ്യുന്ന അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഏത്? നെഫ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാല്. ഇൻക്ലൂഡിങ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് കൂടാതെ റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്തെന്നാ? വൃക്കമാറ്റ ശസ്ത്രക്രിയ. റെന്റൽ എന്ന് വെച്ചാല് RENAL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃക്കമാറ്റ ശസ്ത്രക്രിയയാണ്. വൃക്കമാറ്റി സ്ഥാപിക്കുന്ന ആ ഒരു തെറാപ്പിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻക്ലൂഡിങ് ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ് ആർ ഓൾസോ ക്യാരിഡ് ഔട്ട് ബൈ നെഫ്രോളജിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നെഫ്രോളജിസ്റ്റ് ചെയ്യാറ്. ഡയാലിസിസ് ഉണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്, റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ഉണ്ട്. ഇതൊക്കെ നെഫ്രോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓക്കെ.
അത് ആ പ്രൊനൗൺസിയേഷൻ കഴിഞ്ഞാൽ ഓക്കെ, ആ പ്രൊനൗൺസിയേഷൻ കേട്ടാ. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് അല്ലെ, നമ്മളുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സിന്റെ ബാലൻസ് വരില്ലേ, ബാലൻസ് വരാറുണ്ട്, ഇൻബാലൻസ് സംഭവിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയിലുള്ള എന്താ പറയാ, ഇലക്ട്രോലൈറ്റ്സിൽ വരുന്ന കൂടുതൽ കുറവും ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് പറയുന്നത് കേട്ടോ. സോഡിയം പൊട്ടാസ്യത്തിന്റെയും ആ ഒരു എന്താ പറയാ, ആ ഒരു എമൗണ്ടിലുള്ള വേരിയേഷൻ വരുമ്പോൾ അതിനാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. അതേപോലെ ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം കിഡ്നിയുടെ അസുഖങ്ങളുടെ ഭാഗമാണ്. കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള റെന്റൽ റീപ്ലേസ്മെന്റ് ഒന്നുകൂടി. ഓക്കെ, വൃക്ക മാറ്റ ശസ്ത്രക്രിയയില്ലേ, നമ്മൾ കിഡ്നി റീപ്ലേസ് ചെയ്യില്ലേ, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ വരും ചില പേഷ്യൻസിന് നമുക്ക് ഡയാലിസിസ്, ഈ കിഡ്നി റീപ്ലേസ് ചെയ്യുന്ന അത്രയും നാൾ വരെയും ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത്രയും നാളത്തേക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഈ നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഒന്നുകൂടി പറയാട്ടോ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. എന്താ എനിക്കത് മനസ്സിലാവാത്തെന്ന് എനിക്ക് മനസ്സിലാവില്ല. ബാക്കി എല്ലാവർക്കും പ്രശ്നമുണ്ടോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവായ്മ ഉണ്ടോ? കാരണം റിപ്പീറ്റ് ഞാൻ 2 പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു, എന്നിട്ടും അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇതാരാ പറഞ്ഞത്? ഓക്കെ, നോക്കാട്ടോ. നെഫ്രോളജി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മുടെ വൈദ്യശാസ്ത്ര വിഭാഗമാണ്. ഇവിടെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് എന്ത് ചെയ്യണത്, കൈകാര്യം ചെയ്യുന്നത്. അതിൽ വന്ന ഒരുപാട് അസുഖങ്ങളാണ്. ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതേപോലെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള എന്താണ് വെള്ളത്തിന്റെ അളവിലുള്ള സോഡിയം അതേപോലെ പൊട്ടാസ്യത്തിന്റെ അളവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ഉണ്ട്. അതേപോലെ എന്താ പറയാ, ഡയാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്പ്ലാന്റ് നമ്മുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യില്ലേ, ആ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് നെഫ്രോളജി എന്ന് പറയുന്നത്. നെഫ്രോളജി എന്ന് പറയുന്ന വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ അതെ, അത്രേ ഉള്ളൂ. നെഫ്രോളജി എന്ന് പറയുന്നത് നമ്മൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. നമുക്കൊന്നും കൂടി നോക്കാം. ഏകദേശം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിക്കും. ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗൈനക്കോളജി എന്തായിരുന്നു? സ്ത്രീകളിലും അതേപോലെ തന്നെ കുട്ടികളിലും ഉള്ള എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിനെയാണ്, ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം മുതൽ എപ്പം വരെ ഉള്ളതാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. മെനാർച്ചി,
കൺസെപ്ഷൻ, അതേപോലെ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെൻപോസ്, ഇത്രയും നാൾ വരെയുള്ള ടൈമിലത്തെ ട്രീറ്റ്മെന്റ്സ് ആണ് സാധാരണ ഈ ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഈ ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറിനെ നമ്മൾ എന്താ പറയുന്നത്, ഗൈനക്കോളജിസ്റ്റ് എന്നാ പറയാറ്, ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പ്രശ്നങ്ങള് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് സാധാരണയായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്, ഗൈനക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 3 സ്പെഷ്യാലിറ്റീസ് ആണ് ഉള്ളത്. ഗൈനക്കോളജിനെ വീണ്ടും 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാണ്. എന്താണ് മെയിൻ ഫസ്റ്റ് വരുന്നത് ഗൈനക്കോളജി, പിന്നെ ഒബ്സ്റ്ററ്റിക്സ്, ഇൻഫെർട്ടിലിറ്റി. ഗൈനക്കോളജി നമുക്കറിയാം, ഞാൻ പറഞ്ഞു. ഒബ്സ്റ്ററ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവ ചികിത്സയാണ്. എന്ന് വെച്ചാല് ഡെലിവറിയുടെ സമയത്തും മുമ്പും ശേഷവും അമ്മയുടെയും കുഞ്ഞിന്റെയും ആ ഒരു കെയറും അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട ആ ഒരു സ്പെഷ്യൽ കെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവ ചികിത്സ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ടൈമിൽ അമ്മേനെയും കുഞ്ഞിനെയും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഒബ്സ്റ്ററ്റിക്സ് പറയുന്നത്. നെക്സ്റ്റ് വന്നത് ഇൻഫെർട്ടിലിറ്റി ആണ്. ഇൻഫെർട്ടിലിറ്റി നമ്മുടെ പോർഷനിൽ സെപ്പറേറ്റ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റ്നന്റൽ കെയർ എന്നൊക്കെ പറയും, NICU എന്നൊക്കെ നമ്മ ഓക്കെ NICU ഒക്കെ ഇതിൽ വരും കേട്ടോ. NICU ഒക്കെ അറിഞ്ഞൂടെ, നമ്മൾ കുട്ടികളെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, NICUലൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതിൽ വരും, നമ്മളുടെ ഏതിൽ വരും, ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ വരും. അമ്മയുടെയും കുട്ടിയുടെയും കെയർ ആണ് മെയിൻ ആയിട്ട് വരുന്നത് NICU. ഓക്കെ, അപ്പോ പിന്നെ വന്നതാണ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ധ്യതാ ചികിത്സയാണ്. ഇപ്പൊ സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് വന്ധ്യതാ ചികിത്സയ്ക്കുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് കൈകാര്യം ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി തെറാപ്പിക് ടെക്നിക്സുകൾ, അതേപോലെ എന്താണ് IVF, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് സാധാരണയായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് ന്യൂറോളജി ആണ്. നമ്മളുടെ മനുഷ്യരിലെ നാഡീ വ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ന്യൂറോളജിസ്റ്റ്. സാധാരണ ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ നമ്മുടെ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഫിസിഷ്യനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ഫിസിഷ്യൻ നമ്മൾ എന്താണ്, മറ്റുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള റെഫറൻസ്, മറ്റുള്ള ഫിസിഷ്യൻസ് റെഫർ ചെയ്യുന്ന പേഷ്യൻസ് ആണ് സാധാരണയായിട്ട് ന്യൂറോളജിസ്റ്റിനെ കാണാൻ വരാറ്. അത് അദ്ദേഹം ഇൻ പേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് ആയിട്ടും വരുന്ന രീതിയിലും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ റെഫർ ആയിട്ട് വേറെ എവിടെ നിന്നെങ്കിലും നമ്മളെ റെഫർ ചെയ്തിട്ട് വന്ന പേഷ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണണോട്ടോ, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കാണണോട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഫറൻസ് ആയിട്ട് വരാറുണ്ട്. അതും ഇവിടെ തന്നെ ഈ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ കൈകാര്യം ചെയ്യും, ന്യൂറോളജിസ്റ്റ് തന്നെ കൈകാര്യം ചെയ്യും. അദ്ദേഹം എന്താ സാധാരണ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതെന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറ്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ആയിട്ട് നല്ലൊരു ഇന്ററാക്ഷനിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയും അതേപോലെ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് എന്ത് പ്രശ്നമാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. അദ്ദേഹം കാര്യങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് നെർവസ് സിസ്റ്റത്തിന് അദ്ദേഹത്തിനുള്ള പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. പേഷ്യൻസിന്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എങ്ങനെയാണോ, ഓക്കെ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള ഫങ്ഷൻസ്, അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ നല്ല ഓക്കെ ആയിട്ടുള്ള ഇതാണോ എന്നുള്ള കാര്യങ്ങൾ, മോട്ടോർ സ്ട്രെങ്ത്, അദ്ദേഹത്തിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. ഇനി സെൻസേഷൻ റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യണമല്ലോ. ആ കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് സെൻസേഷൻ റിഫ്ലെക്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സെൻസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ നുള്ളി കഴിഞ്ഞാൽ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നത്, കാരണം അപ്പൊ തന്നെ നമ്മുടെ ബോഡി നമ്മുടെ ബ്രെയിനിലേക്ക് എന്താ പറയാ സിഗ്നൽസ് ചെന്ന് നമുക്ക് ആ വേദന മനസ്സിലായി. അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ എന്തെങ്കിലും സ്മെല്ല് ടച്ച്, അതും അല്ലാണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആപത്ത് കണ്ണിലേക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ കണ്ണ് ക്ലോസ് ചെയ്യും. അതൊരു സെൻസേഷൻ റിഫ്ലെക്സ് ആണ്. അത് നിസ്സാരം സെക്കൻഡ്സിനുള്ളിലാണ് ഈ പറഞ്ഞ സെൻസേഷൻ റിഫ്ലെക്സ് നടക്കുന്നത്. അത്
ആ ഒരു പേഷ്യന്റിന് ഓക്കെ ആണോ, പ്രോപ്പർ ആയിട്ടാണോ പോണത്, അതേപോലെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഏകോപനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ ഗൈഡ് നടത്തൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കും. കാരണം ചില കുട്ടികള് നമ്മളിപ്പം സാധാരണയായിട്ട് കേട്ടോ കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ കേസിൽ ഏറ്റവും അവസാനം എന്ന സ്റ്റേജ് ആണ്. ഇപ്പൊ ഒരു വയസ്സ് 1.25 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും നടക്കാൻ തുടങ്ങും. 1.25 വയസ്സ് വരെ കുഴപ്പമൊന്നുമില്ല. 1.5 വയസ്സ് വരെയും കുട്ടികൾ നടന്നില്ലെങ്കിലും പ്രശ്നമില്ല, അത് കഴിഞ്ഞിട്ട് നടന്നാലും മതി. എന്നാൽ ഈ കുട്ടികൾ നടക്കാതെ വരാന്ന് വിചാരിക്കും. 1.5 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികൾ നടത്തം അങ്ങോട്ട് ഉറക്കണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിഷ്യനെ കാണാം, അല്ലെങ്കിൽ അതിൽ നിന്ന് പീഡിയാട്രീഷ്യനെ കാണും. കുട്ടികളെ കുറിച്ചിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഇത് പീഡിയാട്രീഷ്യൻ. നടത്തം ശരിയായിട്ടില്ലെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട്, ന്യൂറോളജിസ്റ്റിനെ കാണാനായിട്ട് റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തം എന്ന് പറയുന്നത് ഒരു നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പറായി എല്ലാ ഡെവലപ്മെന്റും ഒരു കുട്ടീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഏറ്റവും എല്ലാ ഡെവലപ്മെന്റും കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും അവസാനത്തെ എന്താണ് ഒരു സ്റ്റേജ് ആണ് നടത്തം എന്ന് പറയുന്നത്. അത് പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ഓക്കെ ആണ്. നടത്ത് ശരിയായിട്ടില്ലെങ്കിൽ അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ന്യൂറോളജിക്കൽ പ്രോബ്ലമോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണാനും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. ഇത്രയും എക്സാമിനേഷൻസ് ആണ് സാധാരണയായിട്ട് ആര് കൈകാര്യം ചെയ്യുന്നത്, ന്യൂറോളജിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി ന്യൂറോളജിസ്റ്റ് നേരിട്ട് ഇപ്പം ചില കാര്യങ്ങളിൽ ഇപ്പം എന്താ പറയാ ബ്രെയിൻ റിലേറ്റഡോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്രെയിനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ട്യൂമേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ചിലവരൊക്കെ നല്ല ഹെഡേക്ക് ഒക്കെ ആയിട്ട് ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകും. അദ്ദേഹം എന്ത് ചെയ്യുമ്പോ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, എന്താ പറയാ സ്കാനിങ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവിടെ എന്തെങ്കിലും ചെറിയ ട്യൂമർ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ന്യൂറോളജിസ്റ്റുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സർജറി പെർഫോം ചെയ്യാറില്ല. ചെയ്യാറില്ല. അതിനവര് ആരെ റെഫർ ചെയ്യും, ന്യൂറോ സർജൻസിനെയാണ് റെഫർ ചെയ്യാറ്. ന്യൂറോളജിസ്റ്റുകൾ എന്ത് ചെയ്യാറില്ല, സർജറി ചെയ്യാറില്ല. അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റുകൾ ന്യൂറോ സർജറിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യും. ന്യൂറോളജിസ്റ്റ് ഡസ് നോട്ട് പെർഫോം സർജറി ഇഫ് വൺ ദ പേഷ്യന്റ് റിക്വയർസ് സർജറി. ഇപ്പൊ നമ്മുടെ പേഷ്യൻസ് ആർക്കെങ്കിലും സർജറി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂറോ സർജറിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യും. ന്യൂറോ സർജൻ ആണ് ഈ സർജിക്കൽ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയത്. ഇനി നെഫ്രോളജി എന്ന് പറയുമ്പോൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഏത്, നെഫ്രോളജി എന്ന് പറയുന്നത്. ആ ഒരു ഡോക്ടർ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ ആ ഫിസിഷ്യൻ എന്ത് പറയും, നെഫ്രോളജിസ്റ്റ് എന്ന് പറയും. സാധാരണയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ ഇലക്ട്രോലൈറ്റിക് ഡിസ്റ്റർബൻസ്, സോഡിയം പൊട്ടാസ്യം നമ്മുടെ ഇതില് എന്താ പറയാ ബ്ലഡിലുള്ള സോഡിയം പൊട്ടാസ്യം ലെവലുകൾ, അതേപോലെ ഹൈപ്പർ ടെൻഷൻ, ഇനി റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്, കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനുള്ള ട്രീറ്റ്മെന്റ്, ഡയാലിസിസ്, അത് ട്രാൻസ്പ്ലാന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഡയാലിസിസ് ചെയ്യാനായിട്ട് ചെറിയ സർജറി ഒക്കെ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. നിങ്ങൾ ഡയാലിസിന്റെ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ എന്തൊക്കെയാണ് റെന്റൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്, എന്തൊക്കെയാണ് ഡയാലിസിസ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് നെഫ്രോളജി എന്നാണ് പറയുന്നത്. ഈ ഒരു കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ഫിസിഷ്യനെ നമ്മൾ എന്ത് പറയും, നെഫ്രോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ, നെഫ്രോളജിസ്റ്റ് എന്ന് പറയും. ഇത്രയുമാണ് നമ്മൾ എടുത്തത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് വേഗം എല്ലാവരും വായിച്ചു നോക്കി. അതെ, സ്പൈനൽ സർജറി ബ്രെയിനും അതേപോലെ സ്പൈനൽ കോഡായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്ത് സർജറി ന്യൂറോ സർജറി വിഭാഗത്തിലാണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ധ്യതയാണ്. ഫെർട്ടിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ എന്താ പറയാ ഇത് നമ്മുടെ കൺസ്യൂം ചെയ്യാവുന്ന ആ ഒരു പവർ കുറച്ചുകൂടി ഫെർട്ടൈൽ ആക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാട്ടോ. നമ്മുടെ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഡൗട്ട് ചോദിച്ചവരും മിക്കവരും ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറിയവരാണ് അല്ലെ.
ശരിയാണ് കേട്ടോ. ന്യൂറോളജിയും യൂറോളജിയും വേറെയാണ്. വേറെ എന്ന് പറയാൻ പറ്റില്ല, റിലേറ്റഡ് ആണ്. അതിന് കുറച്ച് വ്യത്യാസം ഉണ്ട്. ഞാൻ എന്താ പറയാൻ വന്നത്, ഇന്ന് ക്ലാസ്സിൽ കയറിയവര് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി എന്ത് പറഞ്ഞു തന്നത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അതേട്ടാ മോനെ, സ്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സർജറി, ബ്രെയിൻ സർജറി, ഓപ്പൺ ബ്രെയിൻ സർജറി, ഇതൊക്കെ ഇതിൽ വരും. ഏത് ന്യൂറോ സർജറിയിലാണ് വരുന്നത്, ന്യൂറോ സർജൻ ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഞാനൊരു ചാപ്റ്റർ തുടങ്ങി, ഇനി ഒരു ഡിപ്പാർട്ട്മെന്റ്, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ തുടങ്ങി ഒന്ന് വെക്കുന്നുണ്ട്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കൂടുതലായിട്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത്തിരി വലുതാണ്. അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നോക്കാം കേട്ടോ. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി എടുക്കാൻ പോണ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ന്യൂക്ലിയർ മെഡിസിൻ ആണ്. നിങ്ങൾ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുക എന്നതാണ് ന്യൂക്ലിയർ മെഡിസിനിൽ വരുന്നത്. എന്താ റേഡിയോ ആക്റ്റീവ് ടെക്നിക്സ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എപ്പോഴെങ്കിലും നമ്മൾ പോയിട്ടുണ്ടാവും ഒരു എക്സ്റേ എടുക്കാനോ അല്ലെങ്കിൽ ഒരു CT സ്കാൻ എടുക്കാനോ എപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു എവിടെയാണ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും MRI എടുക്കാനായിട്ട്, അങ്ങനെ സ്കാൻ ചെയ്യാൻ, അങ്ങനത്തെ രീതിയിൽ വരുന്ന ഒരു എന്താ പറയാ വിഭാഗമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, ഈ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ഉപയോഗം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ വിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടാവും. അല്ലാത്തയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എന്താ പോവാറ്, സാധാരണയായിട്ട് MRI സ്കാനുള്ള ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെയ്യാറ്. ഇപ്പൊ ഹോസ്പിറ്റൽസിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് എന്ത് ചെയ്യണം, ടെക്നിക്കലി അവരെന്ത് ചെയ്യണം, അത് കണ്ടുപിടിക്കുകയാണ്. നമ്മുടെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മുടെ അസുഖം അത് ഡയഗ്നോസിസ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കാം. ഇതെല്ലാമാണ് ഇവിടെ വരുന്നത് കേട്ടോ. Nuclear medicine is the branch of medical imaging that use small amount of radioactive materials to diagnose and ascertain the severity of the treatment of variety of diseases, including many types of cancer. അപ്പൊ എന്തൊക്കെ ഡിസീസിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ടൈപ്സ് ഓഫ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹാർട്ട് ഡിസീസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഡിസീസ്, എൻഡോക്രൈൻ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതേപോലെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് നമ്മൾ പറഞ്ഞു, ട്യൂമേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ MRI സ്കാൻ ചെയ്യാറുണ്ട്. നമ്മൾ MRI സ്കാൻ എടുത്തിട്ടാണ് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. നെക്സ്റ്റ് സ്റ്റേജ് ഒരുപാട് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതേപോലെ തൈറോയ്ഡ് ട്രീറ്റ്മെന്റ്, ഒരുപാട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ന്യൂക്ലിയർ മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താ പറയുക, ഡിസീസ് ഏതൊക്കെയാണ്? ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ എൻഡോക്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബ്ഡമൻ ഏരിയനെയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ എന്താ പറയുക, സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്, അതിന് കണ്ടുപിടിക്കാനായിട്ട് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. ഡിസോർഡേഴ്സ് ആൻഡ് അതർ അബ്നോർമാലിറ്റി വിത്തിൻ ദ ബോഡി. നമുക്ക് ചില കാര്യങ്ങള് കോമൺ ആയിരിക്കും, സിംറ്റംസ് ഒക്കെ എന്തായിരിക്കും, കോമൺ ആയിരിക്കും. അസുഖത്തിന് വരുന്ന സിംറ്റംസ് എല്ലാം മറ്റൊരു അസുഖവും പ്രകടിപ്പിക്കാം, പക്ഷെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റില്ല, ഈ അസുഖമാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കൂടുതലായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും? ഈ ന്യൂക്ലിയർ മെഡിസിൻസ് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. കാരണം കറക്റ്റ് ഹോർമോൺസ് ആണ്. ഞാൻ മാറിപ്പോയിട്ടോ, എനിക്ക് മാറിപ്പോയതാണ്.
ഓക്കെ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ എന്താ പറയാ സ്റ്റൊമക്കിന്റെ ആ ഒരു ഭാഗത്തോടെ ഞാൻ പറഞ്ഞതിന് മിസ്റ്റേക്ക് അടിക്കുന്നത്. അപ്പൊ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് നമുക്ക് ഇമേജസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്. അതിൽ ഓരോ ഗ്രന്ഥികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇനി ന്യൂക്ലിയർ യൂസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കോൾഡ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ മെറ്റീരിയൽസിന് നമ്മൾ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാ പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ദ ഡിസീസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ. ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഈ താഴെ പറയുന്നതാണ്. പ്രൊസീജിയേഴ്സ് ആർ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എവിടെ എടുക്കാറുണ്ട്? നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇനി തൈറോയിഡ് ക്യാൻസർ, അതേപോലെ തന്നെ ലിംഫസ് ആൻഡ് ബോൺ പെയിൻസ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങള്, ലിംഫോസ്, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനം ഏത് ഡിപ്പാർട്ട്മെന്റ്? നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് സാധാരണയായിട്ട് ന്യൂക്ലിയർ മെഡിസിൻസിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഡയഗ്നോസിസ് ആണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഇവിടെ ട്രീറ്റ്മെന്റ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ അസുഖം എന്താണ് എന്നുള്ളത് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റിലാണ് ഇന്ന അസുഖമാണ് എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാണ്? അപ്പൊ ന്യൂക്ലിയർ മെഡിസിൻസിലാണ്. അപ്പൊ മിക്ക ഡിപ്പാർട്ട്മെന്റ്സും ഏത് ഡിപ്പാർട്ട്മെന്റിന് ഇത് ചെയ്യാറുണ്ട്? മിക്ക ഡിപ്പാർട്ട്മെന്റ്സും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ ന്യൂക്ലിയർ മെഡിസിൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ബോണിഷ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരു നമ്മൾ ബോണ് ഡിസ്ജോയിന്റ് ആയി അല്ലെങ്കിൽ നമ്മുടെ എല്ലിന് പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? നമ്മളോട് എക്സ്റേ എടുക്കാനായിട്ട് പറയാറുണ്ട്. അപ്പൊ അതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പൊ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. ലൈംഫോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ. അത് ഒരു പ്രത്യേകതരം ക്യാൻസർ ആണ്. ബ്ലഡിന് രക്തകോശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രത്യേകതരം ക്യാൻസർ ആണത്. ഓക്കെ, ബോൺ പെയിൻസോ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ നമ്മൾ ഇതുവഴി നമ്മൾ എന്ത് ചെയ്യാൻ കണ്ടെത്താറുണ്ട്. സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് അലൗസ് ദ ഡോക്ടർ ടു ട്രാക്ക് the path of radioactive tractors. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാമറാസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഡയഗ്നോസിസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ വയറുവേദന അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എക്സ്റേ അല്ല, സ്കാൻ വേണ്ട മെയിനായിട്ട് സ്കാൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉള്ളവരുണ്ടല്ലോ, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, ഇത് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും, ക്വാളിഫൈഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ എൻഡോസ്കോപ്പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. ഈ ക്ലാസ്സിലാണോ എന്ന് എനിക്ക് ഇതില്ല. എൻഡോസ്കോപ്പി നമ്മളല്ലേ പറഞ്ഞത് എൻഡോസ്കോപ്പി എങ്ങനെയാണെന്നുള്ളത് അല്ലെ? അപ്പൊ അതിനൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് നമ്മളത് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ഒക്കെ വഴിയാണ് അവർ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തേക്കാളും കൂടുതൽ ഒരുപാട് അസുഖങ്ങൾ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മുൻകൂട്ടി കണ്ടെത്താനും അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ ന്യൂക്ലിയർ മെഡിസിന്റെ ഹെൽപ്പോട് കൂടിയാണെന്ന് നമുക്ക് ശരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. For the most diagnostic study in nuclear medicine, radioactive tractors is administered to the patient by intravenous injection, single photo emission, computer tomography. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 രീതിയിലാണ് ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പറയാനുള്ള ടൈം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനപ്പോ ഇവിടെ വരെയും പറഞ്ഞ് നിർത്താണ്. നെക്സ്റ്റ് മെത്തേഡ്സ് എങ്ങനെയാണ് ന്യൂക്ലിയർ മെഡിസിന് 2 മെത്തേഡ്സ് ഉണ്ട്, മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, സ്പെക്സ് എങ്ങനെയാണ്, അതേപോലെ ബാക്കിയുള്ള മെത്തേഡ്സ് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമ്മൾ ഇത്രയും വരെ നോക്കാം കേട്ടോ. നമ്മള് സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. കാരണം ആ മിസ് വെയിറ്റ് ചെയ്യണം. അപ്പൊ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പറയാനുണ്ട്. ഓക്കെ കേട്ടോ.